ഹായ് ഫ്രണ്ട്സ്, ഓരോ പുസ്തകങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. ഓരോ പേജും ഓരോരുത്തരുടെ ജീവിതങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരു ബുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന ലോകപ്രശസ്തമായ ഒരു ബുക്ക്. ജീവിതത്തിലെ ചില തെറ്റുകൾ അതിനി എത്ര സമയം കടന്നാലും മനുഷ്യന് വിട്ടുപോകില്ല. ഒരു സുഹൃത്തിനെ രക്ഷിക്കാതിരുന്നതിൻ്റെ ഗിൽറ്റ് കൊണ്ട് ജീവിച്ച ഒരാളുടെ കഥയാണിത്. ഫ്രണ്ട്ഷിപ്പ്, ബിട്രയൽ, ഗിൽറ്റ്, റിഡംഷൻ എല്ലാം ചേർന്ന ഒരു ഹൃദയഭേദകമായ ഒരു സ്റ്റോറിയാണ് ദി കൈറ്റ് റണ്ണർ എന്ന ഈ കഥ. ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് അമീറും ഹസനും. ഇതിൽ 1970കളുടെ അഫ്ഗാനിസ്ഥാനാണ് കാണിക്കുന്നത്. അതായത് യുദ്ധം ഒന്നും തന്നെ ഇല്ലാതെ സമാധാനത്തോടെ എല്ലാവരും കഴിഞ്ഞിരുന്ന ഒരു കാലം. ഇതിൽ അമീർ എന്ന ആളാകട്ടെ കാബൂൾ നഗരത്തിലെ സമ്പന്നനായ ഒരു ബിസിനസ് മാൻ ബാബയുടെ മകനാണ്. അവരുടെ വീട്ടിൽ സെർവൻ്റായി ജോലി ചെയ്തിരുന്ന അലി എന്ന് പറയുന്ന അയാളുടെ മകനായിരുന്നു നമ്മുടെ ഹസൻ. മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിലും ഹസൻ അവൻ്റെ സ്വന്തം ഒരു സഹോദരനെ പോലെയാണ് അമീറിനെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ അവനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഹസനും അമീറും പരസ്പരം കഥകൾ പറഞ്ഞും പട്ടം പറത്തിയും അവർ ഒരുമിച്ച് കളിച്ചും വളർന്നു. അഫ്ഗാനിസ്ഥാനിലെ വളരെ ഫേമസ് ആയ ഒന്നായിരുന്നു പട്ടം പറത്തൽ കോമ്പറ്റീഷൻ. നമ്മുടെ ഹസനാവട്ടെ ഒരു പ്രത്യേക കഴിവാണ് ഈ പട്ടം പറത്തലിനുണ്ടായിരുന്നത്. കാറ്റിൽ പറക്കുന്ന ഏത് പട്ടവും അത് എവിടെ വീഴുമെന്ന് നമ്മുടെ ഹസന് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഹസൻ എപ്പോഴും അമീറിനായി സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായിരുന്നു. മാത്രവുമല്ല, അമീറിനെ ഹസൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം അമീർ ഹസനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യുമോ? അപ്പോൾ ഹസൻ പറഞ്ഞു, ഫോർ യു 8,000 times ഓവർ. അതായത് നിനക്ക് വേണ്ടി ഞാൻ 1000 തവണയെങ്കിലും ചെയ്യുമെന്ന്. അത്രയ്ക്ക് ലോയലായിരുന്നു നമ്മുടെ ഹസൻ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കാബൂളിൽ വലിയൊരു പട്ടം പറത്തൽ മത്സരം നടക്കുകയാണ്, ഒരു ടൂർണമെൻറ്റ്. അമീറിൻ്റെ ആഗ്രഹം ഈ പട്ടം പറത്തൽ കോമ്പറ്റീഷനിൽ എനിക്ക് ജയിക്കണം. അവൻ്റെ അച്ഛൻ്റെ ഒരു അഭിനന്ദനം അവന് വേണം. അതിനുവേണ്ടി ഈ പട്ടം പറത്തലിൽ ഞാൻ എന്തായാലും ജയിച്ചേ പറ്റൂ എന്ന് അമീറിന് തോന്നി. ഈ ടൂർണമെൻറ്റിൽ ഹസൻ അമീറിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അമീർ പട്ടം പറത്തി എതിരാളികളുടെ ഓരോ പട്ടവും കട്ട് ചെയ്ത് താഴെ ഇടുന്നുണ്ട്. ആ താഴെ വീണ പട്ടം എല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുന്നത് ഹസനാണ്. അവസാനമായി അമീർ ജയിക്കുന്നു. അവസാന എതിരാളിയുടെ പട്ടവും അവൻ കട്ട് ചെയ്തിടുന്നു. അങ്ങനെ ആ നീലപ്പട്ടം അത് താഴേക്ക് വീഴുന്നത് പിടിക്കാൻ നമ്മുടെ ഹസൻ ഓടുന്നു. ഇനിയുള്ള ഇൻസിഡൻ്റാണ് അമീറിൻ്റെയും ഹസൻ്റെയും ജീവിതത്തിൽ ഒരു ഡാർക്ക് ടേൺ ആകുന്നത്. ഹസൻ ആ പട്ടം പിടിക്കാൻ പോകുന്ന ആ ഇടവഴിയിൽ അസഫ് എന്ന ഒരാൾ നമ്മുടെ ഹസനെ വളരെയധികം ഉപദ്രവിക്കുന്നു. ഇതെല്ലാം അമീർ ദൂരത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവന് നമ്മുടെ ഹസനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അവനൊന്നും തന്നെ ചെയ്തില്ല. പേടി, ഭയം, സെൽഫിഷ്നെസ് അതാണ് അമീറിനെ തടഞ്ഞത്. ആ ദിവസത്തിന് ശേഷം അമീർ വളരെയധികം മാറിപ്പോയി. ഹസനെ നേരിട്ട് കാണാൻ പോലും അവന് പറ്റുന്നില്ല. കാരണം ഹസൻ്റെ കണ്ണുകളിൽ ലോയൽറ്റി ഉണ്ടായിരുന്നു. അമീറിൻ്റെ ഉള്ളിൽ ഗിൽറ്റ് മാത്രമേ ഉള്ളൂ. അവസാനം അമീർ വലിയൊരു തെറ്റ് ചെയ്യുന്നു. ഹസനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഹസനും അലിയും ആ വീട് വിട്ടു പോകുന്നു. അത് അമീറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി മാറുന്നു. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൻ്റെ പാതയിലേക്കും നീങ്ങുന്നു. ബോംബ് ബ്ലാസ്റ്റും വയലൻസും ഫിയറും എല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നു. അമീറും ബാബയും അമേരിക്കയിലേക്ക് രക്ഷപ്പെടുന്നു. അവിടെ അവർ അവരുടെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അമീറിന് സുഹൃത്തിൽ നിന്നും ഒരു കോൾ വരുന്നു. അങ്ങനെ അവൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ പോകുന്നു. അവിടെ വെച്ചാണ് അവൻ ഷോക്കിംഗ് ആയ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഹസൻ ഒരു സെർവൻറ്റിൻ്റെ മകനായിരുന്നില്ല, മറിച്ച് നമ്മുടെ അമീറിൻ്റെ ഹാഫ് ബ്രദർ ആയിരുന്നു എന്ന്. അതായത് ഹസൻ്റെയും അമീറിൻ്റെയും അച്ഛൻ ഒരാളാണ്. ഇതറിയാതെയാണ് ഇത്രയും നാൾ അമീർ ജീവിച്ചത്. അങ്ങനെ താൻ ജനിച്ചു വളർന്ന നാട്ടിൽ അമീർ എത്തുമ്പോൾ അവനോടൊപ്പം കളിച്ചു വളർന്ന ഹസൻ അവിടെ ഇല്ലായിരുന്നു. അവൻ്റെ ലോയലായിട്ടുള്ള ഫ്രണ്ടായ ഹസൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹസൻ്റെ ചെറിയ ഒരു മകൻ മാത്രമേ അവിടെ ഉള്ളൂ. അവനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അമീർ ശ്രമിക്കുന്നു. അങ്ങനെ അമീർ
ഹസൻ്റെ മകനെ രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കിപ്പുറം അമീർ മറ്റൊരാൾക്ക് വേണ്ടി നിലനിൽക്കുന്നു. ഹസൻ വർഷങ്ങൾക്ക് മുൻപ് എന്താണോ ചെയ്തത് അതുപോലെ. അവസാനം അമീർ മനസ്സിലാക്കുന്നു, യഥാർത്ഥ ധൈര്യം എന്നത് ഭയമില്ലായ്മ അല്ല, ഭയമുണ്ടായിട്ടും ശരിയായ കാര്യം ചെയ്യുന്നതാണ് എന്ന്. ദ കൈറ്റ് റണ്ണർ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ മാത്രമല്ല, ഗിൽറ്റ്, ബിട്രേയൽ, ഫോർഗീവ്നെസ്, ലോയൽ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലെ യുദ്ധത്തിൻ്റെ ഒരു കഥ കൂടിയാണ്. ഒരു തെറ്റായ തീരുമാനം നമ്മളെ നിഴൽ പോലെ ജീവിതത്തിൽ പിന്തുടരുന്ന ഒരു കഥ കൂടിയാണ്. ഈ പുസ്തകത്തിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ബുക്കായിട്ട് തന്നെ എല്ലാവരും വായിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.